87 മനുഷ്യചങ്ങലയിൽ പങ്കെടുത്ത ഒരുത്തനാണ് ഞാൻ. ഇപ്പോൾ ഈ കാണുന്ന മഹാസാഗരം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കേരളം മാത്രമാണ് ഇന്ത്യയിൽ ഏക മതനിരപേക്ഷ ഗവൺമെന്റ് ഫലപ്രദമായിട്ടൊരു ബദൽ മുന്നോട്ടേക്ക് വെക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെതിരായി, കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 10 ആണ്ട് പൂർത്തിയാവുകയാണ്. ഈ കാലയളവിൽ കൊടിയ വെല്ലുവിളികളാണ് രാജ്യം നേരിട്ടത്. ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് കേരളത്തോട് കാണിച്ചത് വലിയ അവഗണനയാണ്. ഈ ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തത്. കേന്ദ്ര അവഗണനയിൽ കടുത്ത രോഷാഗ്നിയാണ് കേരളത്തിൻ്റെ തെരുവുകളിലുടനീളം കണ്ടത്. മലയാളികൾ ഒന്നടങ്കം ഡിവൈഎഫ്ഐക്കൊപ്പം കൈകോർത്തു നിന്നത് കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ താക്കീതായി മാറി. ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇന്ന് കേരളം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ എല്ലാ തരത്തിലും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സംഘപരിവാറിന്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തെ രാജ്ഭവൻ വരെയാണ് പ്രതിഷേധ ചങ്ങല കൈകോർത്തത്. ഇനിയും സഹിക്കേണ്ടതില്ല ഈ കേന്ദ്ര അവഗണന എന്ന് കേരളം ഈ ചങ്ങലയിലൂടെ ശക്തമായി പ്രഖ്യാപിച്ചു. യൂണിയൻ ഗവൺമെൻറ് നമ്മുടെ ഭരണഘടനാ സത്തയെ പൂർണ്ണമായി തകർക്കുകയാണ്. ഫെഡറൽ സംവിധാനത്തിൻ്റെ കടക്കൽ അവർ കോടാലി വയ്ക്കുകയാണ്. കേരളം ഇന്ത്യൻ യൂണിയനിലെ ഒരു സംസ്ഥാനമാണ് എന്ന് അംഗീകരിക്കാൻ പോലും യൂണിയൻ ഗവൺമെൻറ് തയ്യാറല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ബോധപൂർവമാണ് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത്. കാരണം കേന്ദ്ര സർക്കാർ എന്ന് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഫെഡറലിസത്തോടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ എതിർപ്പ് തന്നെയാണ്. കാരണം അവഗണന തന്നെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളുള്ളൂ. കാരണം കൃത്യമായിട്ടും കേരള സർക്കാരിന് കിട്ടേണ്ട, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടേണ്ടതായ, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ഇവിടെ ഭരിക്കുന്നത് LDF ആണ്, CPM ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു രീതി നമ്മൾ ഈ കഴിഞ്ഞ 5-7 വർഷത്തോളമായിട്ട് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റെയിൽവേ യാത്രാ ദുരിതം, കേന്ദ്രത്തിന്റെ നിയമന നിരോധനം, സംസ്ഥാനത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധം എന്നിവയ്ക്കെതിരെ വൻ ജനരോഷമാണ് ചങ്ങലയിൽ ഉയർന്നത്. ഡിവൈഎഫ്ഐ പോലൊരു സംഘടനയ്ക്ക് മാത്രമേ ഇത്രയും വലിയൊരു പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളം പോലൊരു സംസ്ഥാനത്തിന് മാത്രമേ കേന്ദ്രത്തിനെതിരെ ഇത്രയും വലിയൊരു പ്രതിഷേധ സമരത്തിൽ അണിനിരക്കാൻ. ഇത് ജനങ്ങൾ മുഴുവനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഒറ്റൊരു മറുപടിയേ ഉള്ളൂ. കേന്ദ്രം ഭരിക്കുന്ന RSSന്റെ കീഴിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന BJPയുടെ സർക്കാരിൻ്റെ അവരുടെ തിട്ടൂരമത്തിനും അതിക്രമത്തിനും ഈ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കൊക്കെ എതിരെ ചുട്ടമടി തീർക്കാൻ ഇവിടുത്തെ എല്ലാ ജനങ്ങളും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും എന്ന് തുടങ്ങി സമൂഹത്തിലെ സമസ്ത മേഖലയിലുള്ളവരും യുവജനങ്ങൾക്കൊപ്പം അണിനിരന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സംസ്ഥാനത്തോട് വലിയ കടുത്ത അവഗണനയാണ് പല മേഖലയിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് യഥാർത്ഥ രേഖയിൽ തന്നെ പറയുന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം ചങ്ങലയുടെ ആദ്യ കണ്ണിയായ മനുഷ്യച്ചങ്ങലയിൽ ഡിവൈഎഫ്ഐയുടെ ആദ്യ പ്രസിഡന്റായിരുന്ന EP ജയരാജൻ രാജ്ഭവന് മുൻപിൽ അവസാന കണ്ണിയായി മാറി. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഫെഡറലിസമാണ്. അപ്പോൾ ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ധനകാര്യ ഫെഡറലിസവും മറ്റു തരത്തിലുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ ഫെഡറൽ സംവിധാനവും വേണം. അപ്പോൾ ഇന്നിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലായാലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ദുർബലപ്പെടുത്തുക, കവർന്നെടുക്കുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, S രാമചന്ദ്രൻ പിള്ള, MA ബേബി തുടങ്ങിയ പ്രധാന നേതാക്കളും മനുഷ്യച്ചങ്ങലയ്ക്കൊപ്പം അണിചേർന്നത് പ്രതിരോധ ചങ്ങലയ്ക്ക് ശക്തിയേകി.
20 ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത മനുഷ്യച്ചങ്ങല കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ താക്കീതായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനോജ് പി സോമനോടൊപ്പം സുബിൻ കൃഷ്ണ ഷോപ്പ്, കൈരളി ന്യൂസ്.